ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യം അമ്മയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ എന്നുള്ള ഗാനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. എത്ര സത്യമായ വാക്കുകളായിരുന്നു അത്. അമ്മ എന്നും സത്യം തന്നെയാണ്. അമ്മയില്ലാതെ ജീവിക്കുന്ന ഒരുപാട് കുട്ടികളുടെ അവസ്ഥകളെക്കുറിച്ചും അവരനുഭവിക്കുന്ന വേദനകളെക്കുറിച്ചുമെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്നാൽ അമ്മ എന്ന വാക്കിന് അപവാദമായ ഒരു സംഭവമാണ് ഈ പറയുന്നത്. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം പോലും ചോദ്യം ചെയ്യപ്പെട്ട ക്രൂരതയ്ക്കൊടുവിൽ നീതിപീഠത്തിന്റെ വിധി ഇപ്പോൾ വന്നിരിക്കുകയാണ്. 1.5 വയസ്സുകാരൻ ദിയാനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യ കുറ്റക്കാരിയാണെന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നു. കാമുകനായി നിതിനൊപ്പം സുഖിച്ച് ജീവിക്കുന്നതിന് വേണ്ടി സ്വന്തം കുഞ്ഞ് തടസ്സമാകുമെന്ന് കണ്ടാണ് 2020 ഫെബ്രുവരി 17 പുലർച്ചെ നാടിനെ ഒന്നാകെ നടുക്കിയ ഈ ക്രൂര കൊലപാതകം നടന്നത്. തന്റെ ആൺസുഹൃത്തായ നിതിനൊപ്പം ജീവിക്കുന്നതിന് തടസ്സമായ 1.5 വയസ്സുകാരൻ മകനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ശരണ്യ ഈ ക്രൂരകൃത്യം ചെയ്തത്. അമ്മ എന്ന വാക്കിന് ഈ സ്ത്രീ എന്നും ഒരു കളങ്കം തന്നെയാണ്. ഭർത്താവായ പ്രണവുമായി അകൽച്ചയിലായിരുന്നു ശരണ്യ. കൊലപാതകത്തിന് ശേഷം കുറ്റം പ്രണവിന്റെ മേൽ അടിച്ചേൽപ്പിക്കുവാനും ഇതിലൂടെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഒരേപോലെ ഒഴിവാക്കി കാമുകനൊപ്പം കഴിയാനുമാണ് പദ്ധതിയിട്ടത് എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ഈ കേസിൽ ശരണ്യക്കെതിരെ ചുമത്തിയ കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ കാമുകൻ നിതിനെതിരെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് തെളിയിക്കുവാൻ സാധിക്കാത്തതിനാൽ കോടതി ഇയാളെ വെറുതെ വിടുകയായിരുന്നു. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ശിക്ഷാവിധി ഉടൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. സ്വന്തം സുഖത്തിനു വേണ്ടി പിഞ്ചു കുഞ്ഞിന്റെ ജീവനെടുത്ത അമ്മയ്ക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്നാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അമ്മ എന്ന വാക്കിന് ഈ സ്ത്രീ എന്നെന്നും ഒരു കളങ്കം തന്നെയാണ്. ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ഇവർക്ക് ലഭിക്കണം എന്ന് മാത്രമേ നമുക്കും പറയുവാനുള്ളൂ.